ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിച്ച് കൊള്ളുന്നു. ആൻഡ് എല്ലാവരും ഇപ്പോൾ ഓണാഘോഷത്തിൻ്റെ തിരക്കിലായിരിക്കും. ഞങ്ങളും ഓണാഘോഷത്തിൻ്റെ ആ ഒരു സന്തോഷത്തിലാണ്. ഞങ്ങളുടെയും വീട്ടിൻ്റെ പെരക്കകത്തോട്ട് വരെ ഓണം വന്ന് കയറി നിൽക്കുകയാണ്. ആൻഡ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ ഇന്ന് ഒരുപാട് പ്രത്യേകത ഉള്ള ദിവസമാണ്. ഇന്ന് ഒരുപാട് വിശേഷങ്ങൾ പറയാനുള്ള ദിവസമാണ്. സോ ഒന്നാമത്തെ വിശേഷം എന്ന് പറയുന്നത് ഇന്ന് ഉത്രാട ദിനമാണ്, ഒന്നാം ഓണമാണ്. സോ ലോകമെമ്പാടുമുള്ള എല്ലാ പ്രേക്ഷകർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പേരിൽ രണ്ടാമത്തെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നബിദിനമാണ്. അതായത് നമ്മുടെ മുത്തു നബിയുടെ ജന്മദിനം അല്ലേ, പിറന്നാളാണല്ലേ. ഓക്കെ, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി ഒന്നും അറിയത്തില്ല. ഓക്കെ, ബർത്ത്ഡേ ആണെന്ന് തോന്നുന്നു. സോ അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുവിധപ്പെട്ട നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ ആം സൂപ്പർ ഹീറോ എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്തിൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ്. അതായത് തൂലിമയെ പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം കേട്ടോ. അപ്പം തൂലിമയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം അതിൻ്റെ ഫംഗ്ഷന് പോകാനുണ്ട്. അപ്പം ഇന്ന് വൈകുന്നേരം ഫുള്ള് തൂലിമയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. ആൻഡ് ഇനി നാലാമത്തെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാലാമത്തെ ഞങ്ങളുടേത് മാത്രമായിട്ടുള്ള ഒരു സ്വകാര്യ ആഘോഷമാണ്, അല്ലെങ്കിൽ ഒരു സെലിബ്രേഷനാണ്. അത് വേറൊന്നുമല്ല, ഞങ്ങളുടെ ലക്കിയുടെ ഒന്നാമത്തെ പിറന്നാൾ. ലക്കി ജനിച്ചിട്ട് 1 വയസ്സ് തികയാണ്. സോ അതിൻ്റെ ബർത്ത്ഡേ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ നിങ്ങളെയും ഈ വിശേഷ ദിവസം ആഘോഷിക്കാൻ ഈ വീഡിയോയിലൂടെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമുക്ക് ആദ്യം നമ്മുടെ ബർത്ത്ഡേ ബോയ്, അതായത് ലക്കിയെ പോയി ഒന്ന് വിഷ് ചെയ്യാം. അതാണ്ട് ഇവിടെ നിൽക്കുകയാണ് ലക്കി. ലക്കി ഷേക്ക് ഹാൻഡ്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. അമ്മയ്ക്കോട് ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇനി ചേച്ചി ഷേക്ക് ഹാൻഡോട്. ലക്കി ചേച്ചിക്ക് ഷേക്ക് ഹാൻഡോട്. ചേട്ടനല്ല ചേച്ചി. ഓ, ചേച്ചിക്ക് ഉമ്മയാണ്. ഓ ഗൈസ്, ഇന്ന് നബിദിനം ആയതുകൊണ്ട് പള്ളിയിൽ നെയ്ച്ചോറ് വിതരണം ഉണ്ട് എന്ന ഒരു ഇൻഫർമേഷൻ ലീക്ക് ആയതുകൊണ്ട് രണ്ടുപേരും കൂടെ ദേ ഇവിടെ ഒരുങ്ങിക്കെട്ടി ഇറങ്ങിയിട്ടുണ്ട്. തലേ തുണിയൊക്കെ ഇട്ടതുണ്ട്. ഉമ്മച്ചിക്കുട്ടിയായിട്ട് കുമ്മനടിച്ച് നേരെ അവിടെ കയറി നെയ്ച്ചോറ് മേടിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെയൊന്നുമില്ല ഗൈസ്, ആർക്കും വേണമെങ്കിലും പോയി മേടിക്കാം. ഇത് എല്ലാ കൊല്ലം ഉള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു നേരത്തെ ആഹാരം അങ്ങനെ കുശാലായിരിക്കുകയാണ്. സോ നിങ്ങൾ പെട്ടെന്ന് പോയി മേടിച്ചിട്ട് വരൂ. കിട്ടിയാ അതെ വരണേ. അതെ, നിനക്ക് വേറെ ഉണ്ട്. ബർത്ത്ഡേ ആയിട്ട് പൂച്ച സാറിൻ്റെ നല്ല രീതിക്ക് എന്തോ കിട്ടിയിട്ടുണ്ട്. അതാണ് കിടന്ന് വിളിക്കണത്. വെച്ചടിച്ചു തന്നാടാ. വെച്ചടിച്ചു തന്നാ. ലക്കി അവൻ വെച്ചടിച്ചു തന്നാ. ഇല്ല സംഭവേ, ഇവ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. അപ്പോൾ ഇവൻ ചെന്ന് ചൊറിയാൻ ചെന്ന് കൊടുത്ത് അവൻ വെച്ച് കൈവാക്കിന് വെച്ച് വീക്കി വിട്ട് കൊടുത്തു. കണ്ട, പൂച്ചസാറാണെ മിണ്ടായിക്കാണ്. കണ്ട അവൻ വെച്ച് അടിച്ചു കൊടുക്കും. മതി, ബർത്ത്ഡേ ആണ്. ഞാൻ ഒന്നും ചെയ്യില്ല, ഞാൻ സഹായിക്കാൻ പറ്റില്ല. എന്നെ അവൻ കൈ വാങ്ങണ നോക്കുക. കൈ വേണ്ട. എന്നെ കണ്ടോണ്ട് ഓരോ വള്ളി പിടിക്കാൻ നിൽക്കില്ല, കേട്ടല്ലേ? മതിയടാ നീ സംസാരിച്ചത്. ഇനി ഞാൻ സംസാരിക്കാം. ഇതെന്റെ ബർത്ത്ഡേ അല്ലേ? ആയിക്കോട്ടെ കേറേ, ഞാൻ നിങ്ങളുടെ സ്വന്തം ലക്കി. ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. അതിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ് ഞാൻ ഈ വ്ലോഗ് ചെയ്യുന്നത്. ഇന്നെനിക്ക് 1 വയസ്സായിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും എന്നെ ഒന്ന് വിഷ് ചെയ്യണേ സുഹൃത്തുക്കളെ. ഗൈസ്, ഇനി ഞാൻ എന്റെ ഫാമിലിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഞങ്ങൾ ഈ ഫാമിലിയിൽ മൊത്തം 3 മക്കളാണ് ഗൈസ്. ഏറ്റവും ആദ്യത്തെ സന്തതിയാണ് ഈ നിൽക്കുന്ന എന്റെ ചേട്ടൻ. ഞാൻ ഈ വീട്ടിൽ എന്തു നശിപ്പിച്ചു കഴിഞ്ഞാലും അതിന്റെ പഴി എത്തുന്നത് ഇദ്ദേഹത്തിന്റെ തലയിലാണ്. അത് റീപ്ലേസ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഇദ്ദേഹത്തിന് തന്നെയാണ്. കുറ്റജനതയ്ക്കും കാശിമാരാർക്കും എന്ന് പറഞ്ഞതുപോലെ ചില സമയങ്ങളിൽ ഇവന് ഞാൻ മനഃപൂർവ്വം പണി കൊടുക്കാറുമുണ്ട് ഗൈസ്. ഇതാണ് ഗൈസ് ഈ വീട്ടിലെ രണ്ടാമത്തെ സന്തതി, എന്റെ ചേച്ചി.
ഇവൾ ഒരു കാര്യമില്ലാതെ അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും വെറുതെ നിന്നഞ്ഞാൽ എന്നെ ഒന്ന് കവളി പിടിക്കും കൈ പിടിക്കും ഞെരുക്കും അമക്കും എല്ലാം ചെയ്യും യൊക്കെ എന്നെ കാണുമ്പോൾ കുഞ്ചിക്കാൻ തോന്നും ഗൈസ്. ആൻഡ് ഫൈനലി ഗൈസ്, ദീസ് ആർ മൈ പാരന്റ്സ്, എന്റെ അച്ഛനും അമ്മയും. ഈ അച്ഛനെ എന്നെ ആദ്യം ഇഷ്ടമൊന്നുമല്ലായിരുന്നു. പിന്നെ ഞാൻ വളച്ചൊടിച്ച് ചാക്കി കയറ്റി ഇപ്പൊ ഞാൻ എന്തു പറഞ്ഞാലും ചെയ്യും. ആള് പുറമേ കാണാൻ ഇച്ചിരി ഗൗരവവും പ്രൊഫൻ ടഫൊക്കെ ആണെങ്കിലും എന്തോ എൻ്റെ അടുത്ത് ഭയങ്കര കാര്യം. നെക്സ്റ്റ് ഇതാണ് എൻ്റെ അമ്മ. എനിക്ക് ചിക്കൻ വെച്ചിരുന്നതും മുട്ട വെച്ചിരുന്നതും എനിക്ക് സമയാസമയം ആഹാരമൊക്കെ തരുന്നത് ഈ അമ്മയാണ്. എന്നെ പ്രസവിച്ചതും ഈ അമ്മയാണെന്നാണ് ഇവരൊക്കെ പറയുന്നത്. പിന്നെന്തോ മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് സംഭവിച്ചത് കൊണ്ടാണ് ഞാൻ 4 കാലം ബാലുവായി പോയി എന്നാണ് ഇവരെന്നെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത്. ഞാനും ഇപ്പൊ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് ഗൈസ്. കണ്ടില്ലേ, എന്റെ അമ്മയുടെ ഫേസ് കട്ട് ഏകദേശം സെയിമാണ്. അതുകൊണ്ട് ഞാനാണ് ഈ വീട്ടിലെ 3ാമത്തെ സന്തതി. ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഇന്നലെ വൈകുന്നേരം ഞാൻ നല്ലപോലെ ഒന്ന് കുളിച്ചായിരുന്നു ഗൈസ്. ഇനി രാവിലെ ഒന്ന് പല്ലും തേക്കണം, പിന്നെ മുടിയൊക്കെ ഒന്ന് ചീകി ഒതുക്കി വൃത്തിയാക്കി വെക്കണം. ഗൈസ്, ജനിച്ച് 45-ാമത്തെയോ 50-ാമത്തെ ദിവസമാണ് ഇവന് എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ ആസ് പെർ റെക്കോർഡ്സ് ഇവൻ്റെ ബർത്ത്ഡേ എന്ന് പറയുന്നത് ഓഗസ്റ്റ് 25-ാം തീയതി, അതായത് ഇന്നാണ്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഇവൻ്റെ ബർത്ത്ഡേ പാർട്ടിയാണ്. അതായത് കേക്ക് കട്ടിങ് സെറമണി, പിന്നെ അങ്ങനെ ഇവന് കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളും, പിന്നെ ഇവൻ്റെ ഓണക്കോടി, ബർത്ത്ഡേ ഡ്രസ്സ്, അങ്ങനെ കുറേ സാധനങ്ങൾ, സർപ്രൈസ് ഗിഫ്റ്റുകളൊക്കെ ഞാൻ ഇവന് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്, അല്ലേടാ? ഗൈസ്, ഇവൻ പറഞ്ഞ ഈ സർപ്രൈസ് ഗിഫ്റ്റുകളും ഡ്രസ്സുകളെല്ലാം ഇന്നലെ കൊണ്ടുവന്നപ്പോഴേ ഞാൻ കണ്ടതാണ്. എന്നാലും ഇവ ഇപ്പം തരുമ്പോഴത്തേക്ക് ആദ്യമായിട്ട് കാണുന്ന പോലെ ഞാനിനി അഭിനയിച്ചു മരിക്കണം. എൻ്റെ ഒരു ഗതികേടായി. എന്തായാലും ഇവൻ്റെ ബർത്ത്ഡേ ബോയുടെ ലുക്കിൽ ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ട് വരാം. ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മുടെ ബർത്ത്ഡേ ബോയ് ഡ്രസ്സൊക്കെ ഇട്ട് ഷൂ ഒക്കെ ഇട്ട് റെഡി ആയിട്ട് നിൽപ്പുണ്ട്. ഞാൻ അവനൊന്ന് കാണിച്ചു തരാം. വലതുകൾ ചുവട് വയ്ക്കും തന്നെ. ഇതാണ് അവൻ്റെ ഓണക്കോടി, ബർത്ത്ഡേ കോടി. പിന്നെ അവൻ്റെ ഷൂ ഒക്കെ ഉണ്ട്. ഇതേതിൻ്റെ ഇട നൈക്കിൻ്റെ, ഇത് അഡിഡാസാണ്. അപ്പോൾ അവൻ്റെ ഷൂ ഇതാണ്ട വിത്ത് ഇതാണ്ട കോളറിൻ്റെ അവിടെ ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് കാണിച്ചോട്ര. എന്ത് ബോയാ? ബോയ് അങ്ങനെ എന്താണ് പറയുന്നത്. അതൊക്കെ ഇട്ട് ചെറുക്കൻ നല്ല സുന്ദര കുട്ടപ്പനായിട്ടുണ്ട്. അവിടെ ലക്കി സിറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ബോയ്. ഗുഡ് ബോയ്. സൂപ്പർ ലക്കി സൂപ്പർ ഗുഡ് ബോയ്. ഇനി നമുക്ക് ലക്കിയുടെ ബർത്ത്ഡേ പാർട്ടി ആയിട്ട് ഒരു കേക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കേക്കല്ല, ശരിക്കും പറഞ്ഞാൽ പിസ്സയാണ്. പിസ്സ അത് പെറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനമാണ്, പെറ്റ്സിന് കൊടുക്കാൻ പറ്റിയ സാധനം. അപ്പോൾ അത് കട്ട് ചെയ്തുകൊണ്ടാണ് ഇവൻ്റെ 1ാമത്തെ ജന്മദിനം നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത്. ഗൈസ്, ഇതാണ് ലക്കിയുടെ പിസ്സ. അത് ഇത് മുറിച്ചുകൊണ്ടാണ്, ഇത് ഓൾറെഡി കട്ട് പീസാണ്. അപ്പോൾ ഇത് മുറിച്ചുകൊണ്ടാണ് ലക്കിയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോകുന്നത്. അപ്പോൾ ലക്കി എൻ്റെ ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. നോ ഹാപ്പി ബർത്ത്ഡേ ടു ലക്കി, ഹാപ്പി ബർത്ത്ഡേ ലക്കി. കഴിച്ചു. എല്ലാവരും ഓരോ പീസ് വെച്ച് അവന് വായിൽ വെച്ചോട്. എല്ലാവരും എനിക്ക് തന്നെ തന്നോളൂ, ഞാൻ തിന്നോളാം. നീ അടുത്ത ആരുടെ ഞാൻ തിന്നണ്ടേ? അടുത്ത ആൾ കൊണ്ടുപോവാ. അടുത്തതോ? കുഴപ്പമില്ല. ഇനി അടുത്ത ആരാണ്? ഇനി അടുത്തത് ഇനി അച്ഛൻ ഒരു പീസ് വെച്ചോളൂ. ഹാപ്പി ബർത്ത്ഡേ. ഇനി അടുത്തത് അവന് വേണ്ടി മാത്രമുള്ള പെറ്റ്സിനുള്ള ചോക്ലേറ്റ് ആണ് കേട്ടോ. കുറച്ച് മധുരം കഴിക്കാം. സാർ ലക്കി. ദാദാ യെസ്. ഹാപ്പി ബർത്ത്ഡേ. ഒരു മുട്ടയും കൂടെ ഉണ്ട്. ലക്കി, ഇതാ നിന്റെ ഇഷ്ടപ്പെട്ട സാധനം. ഇത് കണ്ടില്ലേ? മുട്ട. ബാ ഇവിടെ അത് മാറ്റി. അത് മതി. അയ്യോ, ഓക്കെ അത്രേ ഉള്ളൂ. പൊന്നെ, അയ്യോ ഇല്ല ഒന്നും പറ്റിയില്ല. ഇല്ല വീണത് ഒന്നും പറ്റില്ല. ജസ്റ്റ് സ്ലിപ്പായി. അങ്ങനെ ഗൈസ്, നമ്മുടെ ലക്കിയുടെ ബർത്ത്ഡേ വിശേഷങ്ങൾ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ചെറിയ ലഘുവായിട്ടുള്ള ഒരു ആഘോഷമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി അടുത്തത് നമ്മൾ നേരെ തൂലിമയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണ്.
അല്ലേ ഇപ്പോഴാണ് നീ ശരിക്കും ബീഗിളായത്. നീ നിന്റെ ഇനം കാത്ത്. അപ്പൊ ഗൈസ്, എന്റെ ബർത്ത്ഡേ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എല്ലാവരും പോയി തൂലിമയുടെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ട് വരിക. എന്റെ വക തൂലിമയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ തൂലിമയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി പോവുകയാണ്. ഇത് തൂലിമയ്ക്ക് ഒരു കുഞ്ഞു സമ്മാനമാണ്. ഞാൻ ഇന്നലെ ഷോപ്പിൽ പോയപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഈ തൂലിമയുടെ ഫോട്ടോ കാണിച്ചിട്ട് ഞാൻ ഈ കൊച്ചിന് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് എടുക്കണമെന്ന് പറയുമ്പോൾ ഇത് തൂലിമയല്ലേ, കാരണം എല്ലാവർക്കും അറിയാം തൂലിമയെ. അപ്പൊ കൊച്ചു തന്നെ ഈ കൊച്ചിന്റെ ഡ്രസ്സൊക്കെ ഇതിന്റെ അളവും കാര്യങ്ങളൊക്കെ എനിക്കറിയാം, എത്ര വയസ്സാണെന്നൊക്കെ അറിയാം, ഒന്നും പറയണ്ട എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു 4-5 ഡ്രസ്സ് എടുത്ത് കാണിച്ചു. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷൂവും ഒരു ഡ്രസ്സും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് കൊണ്ട് കൊടുത്തേക്കാം. ബാ. അടുത്തൊന്ന് മാറാൻ പറഞ്ഞിരുന്നേ, നമുക്കൊന്ന് കയറാമായിരുന്നു. അല്ല, അവരൊന്ന് മാറാൻ പറയണ. കയറിട്ട് നമുക്ക് ഫുഡ് കഴിക്കണം. എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് അറിയാം. ഹലോ, താങ്ക് യു. പിടിച്ചോളൂ. നിന്നെ കണ്ട് പരിചയമുണ്ട് കേട്ടാ. നീ സ്ഥിരം എടുക്കുമല്ലേ? ഇത് പിടിച്ചോ. പരിചയമില്ല തന്നെ. നല്ലൊരു ഫോട്ടോ കിട്ടിയില്ല, കുഴപ്പമില്ല. ഞാൻ 5 മണിക്ക് വന്ന് ഇതുമായിട്ട് ഒറ്റയ്ക്ക് ഒരു ഫോട്ടോ എടുക്കാന്ന് വെച്ചിട്ടാണ്. നീ 7 ആക്കി കളഞ്ഞു. ലൈറ്റ് ഉള്ള സമയത്ത് എനിക്ക് ഒറ്റയ്ക്ക് ഇതിനായിട്ട് എടുക്കണം. ഒരു ഫോട്ടോ പെട്ടെന്ന് അങ്ങോട്ടൊക്കെ കൊടുത്ത് അപ്പൊ എത്തിക്കണം. അപ്പൊ ഗൈസ്, അങ്ങനെ ഫസ്റ്റ് ബർത്ത്ഡേ കഴിഞ്ഞിരിക്കുകയാണ്. ലക്കിയുടെയും തൂലിമയുടെയും എല്ലാവരും കഴിഞ്ഞിരിക്കുകയാണ്. ഉത്രാട ദിനം അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, സീ യു ഗൈസ്.